നമുക്ക് ഇനി പോകേണ്ടത് പത്തനംതിട്ടയിലേക്കാണ്. മിനി വെന്റിലേറ്ററിൽ വീട്ടിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. പത്തനംതിട്ട കോഴഞ്ചേരി പന്നിവേലിച്ചിറ സ്വദേശി ജോസഫ് പക്ഷേ ഈ അവസ്ഥയിലാണ്. വീട്ടിൽ വൈദ്യുതി മുടങ്ങിയാൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്രവർത്തിപ്പിക്കാനാകില്ല. ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഏറെ ആശ്വാസമാകുമെന്നാണ് ശ്വാസകോശ രോഗിയായ ജോസഫ് അഗസ്റ്റിൻ പറയുന്നത്. മഴയോ കാറ്റോ വന്നാൽ ജോസഫ് അഗസ്റ്റിന് ആശങ്കയാണ്. വൈദ്യുതി ഏതു നിമിഷവും പോകാം. നിലവിൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ പരിതാപ അവസ്ഥയിലാണ്. വൈദ്യുതി പോയാൽ ശ്വാസമെടുക്കാനുള്ള പെടപ്പാടാണ്. പിന്നെ ശ്വാസകോശം ചുരുങ്ങുന്ന COPD അസുഖമാണ് ജോസഫ് അഗസ്റ്റിന്. ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ധൈര്യമായി എന്ന് മാത്രം ജോസഫ് അഗസ്റ്റിൻ പറയുന്നു. കറണ്ട് ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചത്തു. ഇൻവെർട്ടർ അത്യാവശ്യം വേണം, ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വേണം. എനിക്ക് ഒരുപാട് അങ്ങ് വലിയ പണ്ടപ്പരപ്പായിട്ട് അത് വേണം ഇത് വേണം അങ്ങനെയൊന്നുമില്ല. എന്റെ ജീവൻ നിലനിൽക്കാൻ ഇൻവെർട്ടറും വേണം, ഈ ഓക്സിജനും വേണം, മസ്റ്റായിട്ട് അത് വേണം. മരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ അവിടെ പോയി കിടന്ന് ആന്റിബയോട്ടിക് ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരു 9 ദിവസമൊക്കെ കിടക്കും തന്നെ നോർമലാ. ഒരു 3 മാസമൊക്കെ കുഴപ്പമില്ല. പക്ഷെ എന്റെ കൂടെ വന്ന് നിൽക്കാൻ എന്റെ ഭാര്യയ്ക്ക് പറ്റുന്നില്ല. കാരണം അവൾ ഒരു ദിവസം ജോലിക്ക് പോയില്ല. മണൽവാരൽ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം. പിന്നീട് തട്ടുകട നടത്തി ഉപജീവനം നടത്തി. ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവായി. ഭാര്യ ജോലി ചെയ്ത് കിട്ടുന്ന തുക മാത്രമാണ് ഇപ്പോൾ വരുമാനം. മരുന്നിന് പ്രതിമാസം വലിയ തുക ചെലവാകും. വൈദ്യുതി പോകല്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് ജോസഫ് അഗസ്റ്റിൻ ഓരോ നിമിഷവും വീട്ടിൽ തള്ളി നിൽക്കുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.